ഇന്നത്തെ വചനചിന്ത, ഹൃദയത്തിലെ വേദന അറിയുന്ന ദൈവം. ഈ നല്ലൊരു പ്രഭാതത്തിൽ വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, ഈ ലോകത്തിൽ ആരും താങ്കളെ മനസ്സിലാക്കാൻ ഇല്ല എങ്കിലും മറ്റാരെക്കാളും താങ്കളുടെ ഹൃദയത്തിൻ്റെ വേദന അറിയുന്ന ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. താങ്കളുടെ ഹൃദയഭാരങ്ങളെ, ഹൃദയവേദന അറിയുന്ന ദൈവം ഇന്ന് ജീവിക്കുന്നു. വചനം ശ്രവിക്കുന്ന താങ്കൾക്ക് ഒരു നല്ല കാലം വരും. സർവശക്തൻ്റെ മുൻപിൽ ഒഴുക്കിയ കണ്ണുനീരിന് ദൈവം പ്രതിഫലം നൽകും. താങ്കൾ ഒഴുക്കിയ കണ്ണുനീർ ദൈവം മറന്നിട്ടില്ല. ഭക്തനായ യോസേഫിന് ഒത്തിരി ഹൃദയവേദന കടന്നു വന്നിട്ടുണ്ടായിരുന്നു. ഒത്തിരി കഷ്ടതയിലൂടെ ഭക്തനായ യോസേഫ് കടന്നുപോയിട്ടുണ്ട്. ഭക്തനായ യോസേഫിനെ സ്വന്തം സഹോദരങ്ങൾ ഒറ്റപ്പെടുത്തി. എങ്കിലും അവരുടെ മധ്യേ യഹോവ ദൈവം ഭക്തനായ യോസേഫിനെ മാനിച്ചെന്നുള്ളതാണ്. വചനം ശ്രവിക്കുന്ന സഹോദര സഹോദരി, താങ്കളുടെ കൂടെയുള്ളവർ താങ്കളെ ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തിയാലും, താങ്കളെ മാറ്റി നിർത്തിയവരുടെ മുൻപിൽ താങ്കളെ മാനിപ്പാൻ ദൈവം വിശ്വസ്തനാകുന്നു. ഹൃദയത്തിലെ വേദനകൾ, ഹൃദയത്തിലെ തകർച്ചകൾ, ഹൃദയത്തിലെ ഭാരങ്ങൾ കടന്നു വരുമ്പോൾ തകർന്നു പോകാതെ താങ്കൾ ഇന്നും നിലനിൽക്കുന്നത് ദൈവത്തിൻ്റെ കരുതൽ താങ്കളുടെ കൂടെ ഉള്ളതുകൊണ്ടാണ്. താങ്കൾ അസാധ്യമെന്ന് പറഞ്ഞ് വിഷമിച്ച് കരയുന്ന വിഷയത്തിന്മേൽ യേശു താങ്കൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. ഭക്തനായ ഇയ്യോബിൻ്റെ ജീവിതം പരിശോധിച്ചാൽ സകല കഷ്ടതകളും മാറ്റി ഭക്തനായ ഇയ്യോബിനെ ശ്രേഷ്ഠമായി ഉയർത്തി. വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, താങ്കളുടെ സകല കഷ്ടതയെയും മാറ്റി സകല നന്മയും അനുഗ്രഹമാക്കി മാറ്റുവാൻ ദൈവം താങ്കളുടെ കൂടെയുണ്ട്. താങ്കൾക്കായി ദൈവം അത്ഭുതം പ്രവർത്തിക്കും. വിശ്വസിക്കുക. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തെ നാം സേവിക്കുന്നത്. താങ്കളുടെ ഹൃദയത്തിലെ വേദന ദൈവം കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. ഭാരപ്പെടേണ്ട. ഹൃദയത്തിലെ വേദന ദൈവസന്നിധിയിൽ സമർപ്പിക്കുക. മനുഷ്യൻ്റെ മുൻപിൽ ഹൃദയവേദനയെ പകർന്നാൽ നിരാശ അനുഭവം ഉണ്ടാകും, നിരാശപ്പെടുവാനിടയാകും. എന്നാൽ ഹൃദയത്തെ ദൈവസന്നിധിയിൽ പകർന്നാൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടും. അനുഗ്രഹിക്കപ്പെട്ട ഹന്ന മനോവ്യസനത്തോടുകൂടെ യഹോവയോട് പ്രാർത്ഥിച്ചു, വളരെ കരഞ്ഞു. ദൈവം ഹന്നയുടെ പ്രാർത്ഥനയുടെ മറുപടി നൽകി. ഇന്നും വചനം ശ്രവിക്കുന്ന താങ്കൾ തകർച്ചയിലാണോ? മുന്നോട്ട് താങ്കൾക്ക് പോകുവാൻ വഴിയില്ലാത്ത അവസ്ഥയാണോ? എന്നാൽ താങ്കൾ മനോവ്യസനത്തോടുകൂടെ ആയിരിക്കുമ്പോൾ ഹൃദയത്തെ ദൈവസന്നിധിയിൽ തുറന്ന് പ്രാർത്ഥിക്കുക. തകർന്നു പോകുവാൻ ദൈവം അനുവദിക്കുകയില്ല. താങ്കളുടെ കണ്ണുനീരിന് മറുപടി നൽകി യേശു താങ്കളെ മാനിക്കും. കണ്ണുനീരോടുകൂടെ വിതയ്ക്കുന്നവൻ ആർപ്പോടുകൂടെ കൊയ്യുമെന്ന് തിരുവചനത്തിൽ കാണപ്പെടുന്നു. താങ്കളുടെ ഹൃദയത്തിലെ ആഗ്രഹം ദൈവം കാണുന്നുണ്ട്. താങ്കളുടെ ഹൃദയത്തിലെ ആഗ്രഹം ദൈവം താങ്കൾക്ക് നൽകും. താങ്കളുടെ താല്പര്യമൊക്കെയും കർത്താവ് നിവർത്തിക്കും. സരാഭാത്തിലെ വിധവ ഹൃദയവേദനയോടുകൂടെ അവസാനം ഒരു പിടി മാവ്, ആ മാവിൽ അപ്പമുണ്ടാക്കി കഴിച്ച് മരിപ്പാൻ സരാഭാത്തിലെ വിധവ തീരുമാനമെടുക്കുമ്പോൾ വിധവയും വിധവയുടെ കുടുംബത്തെയും ദൈവം പോറ്റി പുലർത്തിയെങ്കിൽ, ഭക്തനായ ഏലിയാവിനെ ക്ഷാമകാലത്തയച്ച് ആ കുടുംബത്തെ ഒരു അനുഗ്രഹമാക്കി മാറ്റിയെങ്കിൽ, വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, താങ്കളും താങ്കളുടെ കുടുംബവും ഇന്ന് കടന്നു പോകുന്ന അവസ്ഥയെ ദൈവം കണ്ടിട്ടുണ്ട്. യേശു താങ്കളുടെ ഇന്നത്തെ അവസ്ഥയെ മാറ്റും. താങ്കളുടെയും താങ്കളുടെ കുടുംബത്തിൻ്റെയും അനേകം കുടുംബങ്ങൾക്ക് താങ്കളും താങ്കളുടെ കുടുംബം ഒരു അനുഗ്രഹമായി മാറും. വചനം സംസാരിക്കുന്ന എനിക്കും വചനം കേൾക്കുന്ന താങ്കൾക്കും ഒരു യോഗ്യതയില്ലായിരുന്നിട്ടും ഈ 2025 വർഷത്തിലേക്ക് പ്രവേശിപ്പാൻ ദൈവം ജീവനോടുകൂടെ നമ്മളെ പ്രവേശിപ്പിച്ചത് കർത്താവ് നമ്മെ കൃപ നൽകി സഹായിച്ചതുകൊണ്ടാണ്. കണ്ണുനീരിലും വേദനയിലും കർത്താവ് കരം നൽകി താങ്കളെയും എന്നെയും പരിപാലിച്ചു. ദൈവത്തോട് നന്ദി പറയണം. ഈ ഭൂമിയിൽ നാം ആയിരിക്കുമ്പോൾ പുകഴുവാനോ പ്രശംസിപ്പാനോ യാതൊന്നുമില്ല. എന്തെങ്കിലുമുണ്ടെങ്കിൽ അത് ദൈവം തന്ന കൃപ മാത്രമാണ്. എന്തെങ്കിലുമുണ്ടെങ്കിൽ അത് അപ്പം നൽകിയ ദാനം മാത്രമാണ്. നമ്മുടെ ആരോഗ്യം, സമ്പത്ത്, കുടുംബം, സകല നന്മകളും നൽകിയ ദൈവം ഇനിയും മാനിപ്പാൻ ശക്തനാണ്. ഹൃദയത്തിലെ വേദനകൾ കർത്താവ് കാണുന്നുണ്ട്. ഹൃദയവേദന അറിയുന്ന കർത്താവ് താങ്കളുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ നിറവേറ്റും. ഈ നാളുകളിൽ ഹൃദയത്തിലെ വേദനകൾക്ക് മറുപടി നൽകിയെന്ന് പറവാൻ തക്കവണ്ണം, വചനം ശ്രവിക്കുന്ന താങ്കളുടെ ജീവിതം സാക്ഷ്യമുള്ളതാകുവാൻ തക്കവണ്ണം കർത്താവ് പ്രവർത്തിപ്പാൻ മതിയായ ദൈവമാണ്. യേശുവിൽ ആശ്രയിച്ച് മുന്നോട്ട് വിശ്വാസത്തോടുകൂടെ ചലിപ്പാൻ വചനം ശ്രവിക്കുന്ന ഏവർക്കും കർത്താവ് കൃപയും അധികാരവും നൽകുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.